നമുക്കിത് ലിവർ വരട്ടോ. ചിക്കൻ്റെ ലിവറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച ലിവർ ഞാൻ അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഒരു 1.5 ടീസ്പൂൺ കേട്ടോ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പിട്ടിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് ഒന്ന് അതിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് വേറൊരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കരിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ കുറച്ച് കടുകും ഇട്ടൊന്ന് പൊട്ടിച്ച് മൂപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ലിവറോടെ വേവുണ്ടോ നോക്കണം. പിന്നെ ഞാൻ ആ ചട്ടിയിലേക്ക് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇട്ട് പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ലിവറോടെ ഫ്രൈ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ലിവർ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മളെ ലിവർ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് വാങ്ങി വെക്കാം. അപ്പം കപ്പ ചിക്കൻ ലിവറും കട്ടൻ ചായ റെഡി ആയിട്ടോ.